നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത, അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടും ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തന്ത്രപരമായ ആവശ്യങ്ങൾക്കായി US പാകിസ്ഥാനെ ചൂഷണം ചെയ്തെന്നും ലക്ഷ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ വലിച്ചെറിഞ്ഞെന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാലോ, ഈ ഖ്വാജ ആസിഫ് നിരന്തരമായി വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാധ്യമ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പ്രതിരോധ മന്ത്രിയാണ്. മാത്രമല്ല, നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള 117 അണുബോംബ് വച്ചിരിക്കുന്നത് കാണാനല്ലെന്നും അത് ഇന്ത്യക്കെതിരെ പൊട്ടിക്കാനാണെന്നും ഇപ്പോൾ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിക്കൊണ്ടിരുന്ന ഒരു നേതാവാണ്. അങ്ങനെ നിരവധി പ്രാവശ്യം, അതുമാത്രമല്ല മറ്റൊരു സമയത്ത് ഒരു വിദേശ മാധ്യമ പ്രവർത്തകയോട് പറഞ്ഞത് തങ്ങൾ തീവ്രവാദികളെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണെന്നും അത് തങ്ങൾക്ക് വേണ്ടിയല്ലെന്നും ഇക്കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം, അതായത് 30 വർഷത്തോളമായി തീവ്രവാദികളെ നിരന്തരം പഠിപ്പിച്ചും അവരെ സഹായിച്ചും കൊണ്ടിരിക്കുന്നു. അങ്ങനെ തീവ്രവാദികളെ വളർത്തിയെടുത്തത് നമുക്ക് വേണ്ടിയല്ല, അത് ലോകത്തിന് വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, അതായത് പ്രധാനമായും ഉദ്ദേശിച്ചത് അമേരിക്കയും ബ്രിട്ടനും പോലുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ തീവ്രവാദികളെ വളർത്തി വലുതാക്കിയത് എന്ന് പറഞ്ഞ് തങ്ങൾ ഒരു തീവ്രവാദ രാഷ്ട്രമാണെന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായി സമ്മതിച്ച ഒരു നേതാവാണ് ഖ്വാജ ആസിഫ്. അതിൻ്റെ മണ്ടത്തരം എന്താണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞ സമയത്ത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് പാകിസ്ഥാൻകാർക്ക് അത് മനസ്സിലായി. അങ്ങനെ നിരന്തരം വാ തുറന്ന് വിടുവായത്തരം പറയുന്ന ഈ ഖ്വാജ ആസിഫാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, പാകിസ്ഥാൻ ഭീകരവാദ ചരിത്രത്തെ പലപ്പോഴും നിഷേധിക്കാറുണ്ടെന്നും എന്നാൽ അത് കഴിഞ്ഞകാല ഏകാധിപതികൾക്ക് പറ്റിയ തെറ്റാണെന്നും ദേശീയ അസംബ്ലിയിൽ സംസാരിക്കവെയാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. അഫ്ഗാൻ യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ പങ്കുചേർന്നത് വലിയ തെറ്റായിരുന്നുവെന്നും ഇന്നത്തെ പാകിസ്ഥാൻ നേരിടുന്ന ഭീകരവാദം ആ തെറ്റുകളുടെ തിരിച്ചടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം US വീണ്ടും സഖ്യമുണ്ടാക്കിയത് പാകിസ്ഥാന് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് എന്നാണ് ആസിഫ് പറഞ്ഞത്. ഒരു കഷണം ടോയ്ലറ്റ് പേപ്പറിനേക്കാൾ മോശമായാണ് പാകിസ്ഥാൻ പരിഗണിക്കപ്പെട്ടത്. ആരുടെ മുമ്പിൽ? അമേരിക്കയുടെ മുമ്പിൽ. മാത്രമല്ല, ഒരു പ്രത്യേക ആവശ്യത്തിനായി പാകിസ്ഥാനെ അമേരിക്ക ഉപയോഗിച്ച ശേഷം ഞങ്ങളെ എറിഞ്ഞു കളഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2001 ശേഷം US നേതൃത്വത്തിലുള്ള യുദ്ധത്തിൽ പങ്കുചേർന്നപ്പോൾ പാകിസ്ഥാന് താലിബാനെതിരെ തിരിയേണ്ടി വന്നു. അമേരിക്ക പിൻവാങ്ങിയപ്പോൾ വിട്ടുമാറാത്ത അക്രമങ്ങളും തീവ്രവാദവും സാമ്പത്തിക തകർച്ചയും പാകിസ്ഥാനിൽ അവശേഷിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഫ്ഗാൻ പോരാട്ടങ്ങളിൽ പാകിസ്ഥാൻ പങ്കുചേർന്നത് മതപരമായ ബാധ്യത കൊണ്ടാണെന്ന ഔദ്യോഗിക വാദങ്ങളെ ഖ്വാജ ആസിഫ് പുച്ഛിച്ചു തള്ളി. ജിഹാദ് എന്ന പേരിൽ പാകിസ്ഥാനികളെ പോരാട്ടത്തിന് അയച്ചത് തെറ്റായ വഴിയായിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു. 2 മുൻ സൈനിക ഏകാധിപതികൾ, അതായത് സിയാവുൾ ഹക്കും പർവേസ് മുഷറഫും, ഇവരെയാണ് ഈ ഖ്വാജ ആസിഫ് ഉന്നം വെച്ചത്. ഈ 2 പേരും അഫ്ഗാൻ യുദ്ധത്തിൽ പങ്കുചേർന്നത് ഇസ്ലാമിന് വേണ്ടിയല്ല, മറിച്ച് ഒരു വൻ ശക്തിയെ, അതായത് അമേരിക്കയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു. പാകിസ്ഥാന്റെ ചരിത്രത്തെ നിഷേധിക്കുകയും തെറ്റുകൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ശീലമുണ്ട്. ഈ തെറ്റുകൾ വരുത്തിവെച്ച നഷ്ടങ്ങൾ നികത്താനാവാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലും ഇത്തരം യുദ്ധങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി മാറ്റിയെഴുതപ്പെട്ടുവെന്നും ഖ്വാജ ആസിഫ് ആരോപിച്ചു. ഇത്തരത്തിൽ അമേരിക്കയ്ക്കെതിരെ ശക്തമായ ആരോപണമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഇത് പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു തെരുവ് നേതാവോ അല്ലെങ്കിൽ സാധാരണക്കാരനോ പറഞ്ഞത് കാര്യമല്ല. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ചുമതലയുള്ള കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വമുള്ള മന്ത്രി, അതും പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് ഈ ഖ്വാജ ആസിഫ്. ഖ്വാജ ആസിഫാണ് ഇപ്പോൾ ഇത്തരത്തിൽ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഒരു തുറന്നു പറച്ചിൽ അമേരിക്ക ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല. എന്തു തന്നെയായാലും അമേരിക്ക പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഒരു ഖ്വാജ ആസിഫിൻ്റെ തുറന്നു പറച്ചിൽ വലിയ കോട്ടം തട്ടുമെന്ന് പറയാനും പറ്റില്ല. കാരണം ഖ്വാജ ആസിഫ് ഇത്തരം ആരോപണങ്ങൾ എന്തു പറഞ്ഞാലും വിടുവായത്തരം പറയുകയും പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലാകാത്ത രീതിയിൽ
സ്വയം പല്ലിട കുത്തി നാറ്റിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം രാജ്യത്തിനെതിരായിട്ട് തന്നെ, അതായത് സ്വന്തം രാജ്യത്തിനെതിരായിട്ട് തന്നെ പറയുന്ന ഒരാളാണ് ഈ ഖ്വാജ ആസിഫ്. അതുകൊണ്ട് തന്നെ ഇതിനി എന്താകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും ഈ ഖ്വാജ ആസിഫിൻ്റെ ഈ ഒരു മറുപടി നിരവധി പാകിസ്ഥാനികളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാലോ, അമേരിക്ക ആരെ കൂട്ടുപിടിച്ചോ അല്ലെങ്കിൽ അമേരിക്ക ആരെ സഹായിച്ചു, തീർച്ചയായിട്ടും പിന്നീട് അവർ അമേരിക്കയുടെ ശത്രുവായി തീരുകയും അവരെ തിരിച്ചാക്രമിക്കുന്ന ഒരു രീതിയാണ് അമേരിക്ക നാളിതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. താലിബാനെ വളർത്തി വലുതാക്കിയതും അമേരിക്ക തന്നെയാണ്. ഒടുവിൽ താലിബാനെതിരെ കത്തിവെച്ചതും അമേരിക്ക തന്നെയാണ്. അതുപോലെ അമേരിക്ക ആരെ സഹായിച്ചിട്ടുണ്ടോ അതെല്ലാം തിരിച്ച് അമേരിക്ക കാര്യം കണ്ടു കഴിയുമ്പോൾ ഇതുപോലെ ഈ ടോയ്ലറ്റ് പേപ്പർ, ഖ്വാജ ആസിഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കറിവേപ്പില അല്ല, ടോയ്ലറ്റ് പേപ്പർ വലിച്ചെറിയുന്ന പോലെ എറിയും. അതാണ് അമേരിക്ക. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തറിയാൻ കഴിയും, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.